ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിയിട്ട് പോവാം. ടൈറ്റിൽ നിന്ന് മനസ്സിലായില്ലേ? നമ്മൾ സ്റ്റോറിയിട്ട് പോവാം. ആ പ്രിയ, എടി പ്രിയ നിൽക്കടി, ഓടി പിടിക്കടി എന്നെ. പ്രിയ ഓടി പോകുന്നത് ഫ്രണ്ട് കീർത്തിയും പിന്നെ പൂജ പിടിക്കാൻ ഓടി വന്നു. രണ്ടുപേരും ഓടിക്കളിക്കായിരുന്നു. അതെ, അവർ വീട്ടിൽ അതെ 3 പേര് അടുത്തടുത്ത് കുറച്ച് ദൂരമാണ് വീട്. അങ്ങനെ ഓടി കളിക്കായിരുന്നു. അങ്ങനെ ഓടി കളിച്ച് 3 പേര് ഓടിപ്പാഞ്ഞ് കളിക്കായിരുന്നു. ഹീറോയെ കുടു ഓടിപ്പാഞ്ഞ് അങ്ങനെ ഒരിടത്ത് നിന്ന് പിടിച്ചു. ആ ശബ്ദം കേൾക്കുന്നല്ലോടി. അതേടി, നമുക്ക് സൗണ്ട് കേൾക്കും. അങ്ങനെ 3 പേര് പിടിച്ചു. എടി മച്ചി, ഇതേത് ഒരു വോയിസ് മതിക്കുക. അങ്ങനെ ജനലിൽ നോക്കുമ്പോൾ BTSൻ്റെ വീഡിയോ ഇങ്ങനെ പോവാ. ടി വിയിൽ അവർ നോക്കുമായിരുന്നു. അവിടെ കുറച്ച് ഗേൾസ് ഉണ്ടായിരുന്നു. അവർ സംസാരിക്കുമായിരുന്നു. എടി എടി മച്ചി, ഇത് BTS അല്ലേ? അതെടി. അങ്ങനെ 3 പേർ എനിക്ക് നോക്കുമായിരുന്നു. അതിലൊരു ഗേളുള്ളതാണ്. ആ ഗേൾ അതെ ഹീറോയിൻ്റെ അതെ കുറച്ച് ദൂരമാണ് വീട്. ആ പെണ്ണിൻ്റെ അത് പെണ്ണ് ഭയങ്കര മിനുക്കി എന്ന് വിളിക്കുക ആ പെണ്ണിനെ. മിനുക്കി ടി വി നോക്കിയ ഫ്രണ്ടിനോട് പറയായിരുന്നു, എടി ജെഹോബ് കാണാൻ നല്ല ആൻസം ആയിട്ടുണ്ടല്ലേ? അതെ ജെന്ന്. ഞാൻ ഓരോ നാൾ പറയായിരുന്നു. ഹീറോയ്ക്ക് കടുപ്പാൻ തുടങ്ങി. മച്ചി, ഇവനോട് എൻ്റെ ആളിനെ പറയുന്ന ഇത് കേട്ട് പൂജ തലയൊക്കെ ഉരുട്ടി വെച്ച്. എന്താടി പറയാ, 7 പേർ പിടിക്കൂ എന്നൊക്കെ ക്രഷ്. അതേ മച്ചി, ഇവരെന്നെ പറയണ ജലസാവാൻ തുടങ്ങി. ഇത് ടെൻഷനൊക്കെ സാഡാണ്ട വാ, അവരെ എല്ലാവരും നിൽക്കാം വാ എന്ന് പറഞ്ഞു. പൂജ പണ്ട് മൈൻഡ് വാഷ്. ഇവരെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? ഇവർ ദൂരമുള്ള നമ്മളെല്ലാവരും ഇന്ത്യ, അവരുള്ള കൊറിയ. അതെങ്ങനെ സെറ്റാവും? അത് മാത്രമല്ല, അവർ കൊറിയൻ പോയി ഒരു വേള അവരുടെ ടൈപ്പ് മോഡൽ ഗേൾസ് കൊറിയൻ ഗേൾസിന് മാരേജ്, ഇന്ത്യൻ ഗേൾസിന് മാരേജ് ആയിരിക്കും. കണ്ടിട്ട് നടക്കില്ല. അത് മാത്രമല്ല, എന്നെ കണ്ട് അവർ ഫ്ലാറ്റ് ആവോ? പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഇന്ത്യൻ ഗേൾസിനൊന്നും അവർക്ക് ഇൻട്രസ്റ്റ് വരില്ല. അതുമാത്രമല്ല, എന്നെക്കാട്ട് ഭംഗിയുള്ള ഗേൾസും ഉണ്ടാകുന്നു. എന്ത് ചെയ്യാ എന്ന് പറഞ്ഞാൽ ഒരാലോചിച്ച് അതുകൊണ്ട് പൂജ വന്ന് കീർത്തിനോട് പറയാം. മച്ചി, കീർത്തി പറയുന്നതാണ്, എടി ഒരു വേള മീന മണിക്ക് അക്സസ് ചെയ്ത് എന്ത് ചെയ്യടി മച്ചി എന്ന് പറയുന്നത്. എടി അതെങ്ങനെ എടി നടക്കും? മീന മണിക്ക് മോസ്റ്റിലെ കളർക്ക് പ്രശ്നമല്ല. കളറ് നമ്മൾ ഇവിടെ വെച്ചത് കുറച്ച് ഭംഗി അത്രയും ഉള്ളു. അവളെക്കാട്ടി കൂടുതൽ നമ്മളെ ഫ്രണ്ടല്ലടി. അതെ എങ്ങനെയായിട്ട് അവർ സംസാരിക്കായിരുന്നു. അവളെക്കാട്ടി നമ്മൾ ഭംഗിയായിട്ടുണ്ട്. നമ്മളെക്കാട്ടി ക്യൂട്ട് ഗേൾ ആരെയും നമ്മളെ പ്രിയ കൊച്ച് അത് പറഞ്ഞ് അവർ സംസാരിക്കാറുണ്ട്. പ്രിയൻ്റെ അമ്മ അച്ഛൻ വിളിക്കുന്ന സ്ഥലത്ത് അവർ പ്രിയാനെ അയ്യോ ബായടി മച്ചി ഞങ്ങൾ പോവാം, അയ്യോ നിൽക്കടി ഓടി വന്നു. അങ്ങനെയായിട്ട് പ്രിയ കുടുകുടു ഓടി പോയി വീട്ടിലെത്തി. അച്ഛ എന്താ അച്ഛാ? എവിടെ ഈ ഫ്രണ്ട്സിനോട് കറങ്ങി കഴിഞ്ഞു അച്ഛ. അതൊക്കെ ഇപ്പം എന്താ അച്ഛാ? ശരി പിന്നെ നിനക്ക് വേണ്ടി കുറച്ച് ഞാൻ ഫുഡ് കടന്നിട്ടുണ്ട്. അങ്ങനെ താങ്ക് ചേട്ടാ. അല്ല ചേട്ടാ എന്ന് പറഞ്ഞായിരുന്നു. അത് ചേട്ടൻ പറഞ്ഞായിരുന്നു. അച്ഛനും പറഞ്ഞു ചേട്ടനും പറഞ്ഞു താങ്ക് യു ചേട്ടാ, താങ്ക് യു ഡാഡ് എന്ന് പറഞ്ഞു. ശരി ഡാഡി വിളിക്കട്ടെ, അച്ഛനെ വിളിക്ക് പോവച്ചാ. ഏട്ടൻ ഇവിടെ ആക്കിച്ചത്. ഏട്ടന് നിനക്ക് വേണ്ടി ഞാൻ ഐസ്ക്രീം, ഫ്ലേവറായിട്ട് ഐസ്ക്രീം. ഹീറോയ്ക്ക് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അച്ഛനും പറയാൻ തുടങ്ങി, എൻ്റെ ചെല്ല കുട്ടിക്ക് ഇതാണ് ഫേവറേറ്റ് ഐസ്ക്രീം, ക്യൂട്ട് ചേട്ടാ. അങ്ങനെയായിട്ട് അവരെല്ലാവരും ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ്റെ ചേട്ടാ പറയാൻ തുടങ്ങി, അച്ഛാ അത് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഇല്ല അച്ഛാ, എനിക്കും എൻ്റെ ഫ്രണ്ടിനും കൂടെ നമുക്ക് കുറേയൊക്കെ പോകാൻ പോവാം. ഇതേതാ അച്ഛാ പറയാൻ. അതേടാ നിനക്ക് അവിടെ. അതെ അച്ഛാ, എന്താ പറഞ്ഞൊരു കാര്യമുണ്ടോ? എനിക്കവിടെ ജോബ് കിട്ടിയിട്ടുണ്ട് അച്ഛാ, അതുകൊണ്ട്. ജോബാ? അതച്ഛാ, ചെറിയൊരു ജോബ് പറഞ്ഞാൽ അതൊരു ഇന്ത്യക്ക് അവർ കേപ്പോൾ പടൽ വരാം. അവർക്ക് ട്രാൻസ്ഫേർഡായിട്ട് അവിടെ ജോലി ചെയ്യാൻ പറഞ്ഞിരുന്നു. ഈ കമ്പനീനെ അവിടേക്ക് പോകാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ പോവാം. അവർക്ക് ട്രാൻസ്ഫർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എടാ കൊറിയൊക്കെ പോകാൻ പോവാം. ഇല്ല അച്ഛാ, കൊറിയൊക്കെ പോകാൻ പോവാണ്. അങ്ങനെയായിട്ട് അവിടെ മീറ്റിംഗ് പറഞ്ഞാൽ അവർ മീറ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് കോൾ വന്നു. അച്ഛാ കോൾ വന്നു. ഹലോ. ഓക്കെ അച്ഛാ, എനിക്ക് കൊറിയൊക്കെ പോകാൻ ആവശ്യമില്ല അച്ഛാ. എന്താടാ ഞാൻ പറഞ്ഞത്? അതെ അച്ഛാ, ആദ്യം പറഞ്ഞിരുന്നു ഞാൻ കൊറിയക്ക് പോകുന്നുണ്ട്, അവരിവിടേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഹോട്ടലല്ല ഞാൻ തേടാൻ പോവാം. അതുമാത്രമല്ല ഞാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു അച്ഛാ. അതങ്ങനെ പറഞ്ഞു. അച്ഛാ പറയുന്നത് എവിടേക്കാണ് ആ ഹോട്ടലിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ, ആ ഗസ്റ്റ് ഹൗസിൽ അവർ താമസിക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു.
അത് കേട്ടിട്ട് ഹീറോയിൻ്റെ അച്ഛനക്ക് ഷാക്കായിരുന്നു. എന്താ ഗസ്റ്റ് ഹൗസാ? എന്താടി നീ പറയുന്നേ? അതെ ഗസ്റ്റ് ഹൗസ്. ഏത് ഗസ്റ്റ് ഹൗസ് പറയുന്നത്? ഈ സോറിങ്ങ, ആ ഗസ്റ്റ് ഹൗസിൽ അത് രണ്ടുപേരും അവർ മനസ്സിലിരിക്കുകയാണ്. അയ്യോ സോറി, ഇത് രണ്ടുപേർ പറയാമെന്ന് വെച്ചാൽ അർജുൻ മുറക്കായിരുന്നു. അച്ഛാ, രണ്ട് ഗസ്റ്റ് ഹൗസില്ല, രണ്ട് ഗസ്റ്റ് ഹൗസ് ക്ലീനില്ല. ഞാൻ ഹോട്ടലിൽ അവരെ താമസിക്കാം, പിന്നെ ഗസ്റ്റ് ഹൗസ് നോക്കാം. ആണ് ഹീറോയി. ശരി ഓക്കെ എന്നാ കുടുകുടു ഓടിപ്പോയി. അച്ഛാ, എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവന്നില്ലേ, കൊണ്ടുവച്ചുകൊണ്ട് ഫ്രിഡ്ജിലുണ്ട്, എടുത്തോ എന്ന് പറഞ്ഞായിരുന്നു ഹീറോയുടെ അച്ഛൻ. ശരി, അങ്ങനെ ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സിലാണ് ഉള്ളത്. ക്വാർട്ടേഴ്സ് പറഞ്ഞാൽ അവർക്ക് സ്വന്തം വീടുണ്ട്. അത് മാത്രമല്ല അവിടെ ഗസ്റ്റ് ഹൗസ് പറഞ്ഞാൽ ഗസ്റ്റ് ഹൗസ് അവർക്ക് സെറ്റല്ല, അവർക്ക് ഇതൊന്നും ശരിയാവില്ല പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അത് വലിയ വീടാണ്. അവർക്ക് താമസിക്കാൻ കൊടുത്തായിരുന്നു. അവർ 7 പേരോ താമസിക്കാൻ അങ്ങനെയായിട്ട് അവർ വന്നിട്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ നൈറ്റായി, അയ്യോ മണിയായി, ഞാൻ പോവാം. ചേട്ടാ അത് എവിടേക്കാ? ഞാൻ വരാം. എടീ നീയും ഈ പാതിരാത്രി എവിടേക്കാ വരാം? പ്ലീസ് ചേട്ടാ ഞാനും കൂടെ വരാം എന്ന് കണ്ണ് ഞാൻ കാട്ടിയായിരുന്നു. അതിന് ഇവനക്ക് ഇവളൊരു കാര്യം, ചേട്ടാ പ്ലീസ് ചേട്ടാ, അയ്യോ ഇവളൊരു കാര്യം, ഓക്കെ വാടി, താങ്ക്സ് ചേട്ടാ. എന്നിട്ട് പറയായിരുന്നു, മച്ചാ എന്താടാ, ഞാൻ ഇതിൽ വരാം, നീ കാറിൽ വാടാ എന്ന് ഫ്രണ്ടിനോട് പറഞ്ഞു. വലിയ കാർ കൊടുന്നു, നീ ഡ്രൈവ് ചെയ്യടാ. ശരിടാ, ഞാൻ എണീറ്റ് വരാൻ പറഞ്ഞ ഇവളെ കുറച്ച് അമ്മ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സാധനം കൊണ്ടുവരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് പോകുന്നുണ്ട്. അങ്ങനെയായിട്ട് അർജുനോട് വെയിറ്റ് ചെയ്തായിരുന്നു. അങ്ങനെ PTS മെമ്പർ വന്നു. പിന്നെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, ഹലോ ഡ്രൈവ് ചെയ്തു. എന്നെ അർജുൻ്റെ ഫ്രണ്ട് ആദ്യം പറയുന്നുണ്ടെങ്കിൽ എന്നെ PTS മെമ്പറിനെ സംസാരിക്കുക. PTS മെമ്പർ ഹലോ ആയി പറഞ്ഞു. തീടാൻ തുടങ്ങി. അയ്യോടാ നമ്മളെ കൊച്ചെവിടെടാ എന്ന് പറഞ്ഞു. എന്താടാ പറഞ്ഞ? ഇല്ലടാ നമ്മളെ കുട്ടി എവിടെ? എടാ അമ്മു, പ്രിയ എവിടെയാടേ? പ്രിയ എവിടെടാ? അർജുൻ ഷോക്കായി. എടാ എവളെവിടെ? PTS മെമ്പറോട് പറയുന്നത്, നിങ്ങൾ വണ്ടിയിൽ കയറിക്കോ. അങ്ങനെ അവർ വണ്ടിയിൽ കയറിയായിരുന്നു. ഹീറോയെ ഗുഡു ഓടി വന്നു. ചേട്ടാ അത് എല്ലാവരും നോക്കി